നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ മഹാപട്ടണമായ ചെന്നൈയിലേക്ക് വർഷങ്ങളായി കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ കുടിയേറി പാർക്കും. അവരെ തേടി ഒരു പറ്റം മിഷണറിമാർ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചു, അന്വേഷിച്ചു, ഓരോരുത്തരെയായി കണ്ടെത്തി. കൂട്ടത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെയും ഈ മിഷണറിമാർ കൂടെ കൂട്ടി. അവരോടൊപ്പം സ്നേഹത്തിന്റെ പെസഹ ആചരിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ. ചെന്നൈ മിഷൻ. സഭയുടെ മുഖം ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖമാകണം. കാരുണ്യവർഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള വലിയ സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സീറോ മലബാർ സഭയുടെ ചെന്നൈ മിഷൻ അതിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ ഇന്നേ വരെ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള സേവനങ്ങളാണ് സഭയുടെ സാമൂഹിക പ്രതിബദ്ധത കണക്കിലെടുത്തുകൊണ്ട് ഈ മിഷനിൽ നിർവഹിച്ചിട്ടുള്ളത്, ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സഭയുടെ ഈ മിഷൻ്റെ ഇവിടുത്തെ ആരംഭം മുതൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് എത്തിനോക്കുന്ന ഈ എപ്പിസോഡിലേക്ക് ഷാലോം പ്രേക്ഷകരെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം സന്ദർശിക്കാൻ പോകുന്ന മിഷൻ സ്റ്റേഷൻ ചെന്നൈയിലെ തന്നെ മനാലി എന്ന സ്ഥലത്താണ്. ജീവോദയ, വളരെ അർത്ഥവത്തായ ഒരു പേര്. ഇമോഷണലായി പറയുകയാണെങ്കിൽ പല പല വ്യാഖ്യാനങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പേര്. അതുതന്നെയാണ് ജീവോദയ. ഇത് ഒരു ക്യാൻസർ ഹോസ്പിസാണ്. ഇവിടേക്ക് കടന്നുവരുന്ന ക്യാൻസർ രോഗികളെ സ്നേഹപൂർവം പരിചരിക്കുന്ന ഒരു ഭവനം. ചെന്നൈ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് സ്വർഗീയ പശ്ചാത്തലമുളവാക്കുന്നതും ക്രിസ്തുവിന്റെ പീഡകൾക്ക് അനുരൂപം പ്രാപിക്കുന്നതുമായ ഒരിടം. ജീവിത ദുഃഖം പേറുന്ന ഒരുപറ്റം ദൈവമക്കളുടെ നൊമ്പരങ്ങൾക്ക് പ്രാർത്ഥന അർപ്പിക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ് ഇന്നത്തേത്. ആയിരത്തി 1991 ഓഗസ്റ്റ് 15 ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ബ്ലെസ് ചെയ്തത്. അന്നത്തെ ആർച്ച് ബിഷപ്പ് കാസ്പർ ജ്ഞാനാധിക്യത്തോടൊപ്പം ഈ മദ്രാസ് പട്ടണത്തിലെ എല്ലാ മത നേതാക്കളും, ഹിന്ദു, മുസ്ലിം, സിഖ്, ജെയിൻ തുടങ്ങിയ എല്ലാ നേതാക്കളും സന്നിഹിതരായിരുന്നത് മാത്രമല്ല, അവരെല്ലാവരും ജീവോദയക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടുത്തെ എല്ലാ സേവനങ്ങളും സൗജന്യമാണ്. എന്നാൽ ഇവിടെ ഓരോ നടക്കുന്ന സേവനവും ജാതിമത ദൂരവ്യത്യാസമില്ലാതെ അനേകം പേരുടെ സംഭാവനകൾ കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. 1995 ലോക ആരോഗ്യ ദിനമായ ഫെബ്രുവരി 11 ഞങ്ങൾ ആദ്യത്തെ രോഗിയെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കറിയാം ഇവിടെ വരുന്ന ഒരു രോഗി പോലും സുഖമായി പോകുന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. എന്നാൽ അവരെ ആധ്യാത്മികമായും ഒരുക്കാനും നല്ലൊരു മനത്ത് ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയോടും കൂടി മാത്രമാണ് ഞങ്ങൾ രോഗികളെ സ്വീകരിച്ചിരുന്നത്. മരണാസന്നരായ രോഗികൾ, അതും സ്വന്തം ശരീരത്തിലെ പഴുത്തൊലിക്കുന്ന വ്രണവും പുഴുക്കളുമായി വരുന്ന രോഗികൾ, അത്യാസന്ന നിലയിൽ മരണത്തെ മാത്രം കഴിഞ്ഞ രോഗികൾ, ഇവരെല്ലാവരുമാണ് ഞങ്ങളുടെ കയ്യിൽ കടന്നു പോയിട്ടുള്ളത്. ഇവിടേക്ക് ചിത്രീകരിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ചെന്നൈ മിഷന്റെ മിഷണറിമാർ പറയുകയുണ്ടായി, ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങൾ മനസ്സിൽ സ്വാംശീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. കാരണം
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളാണല്ലോ. ഇവിടുത്തെ രോഗികളെ ദർശിക്കുമ്പോൾ നാം പതറാതിരിക്കാൻ, ഒരു വേള വിതുമ്പിപ്പോകാതിരിക്കാൻ പീഡാസഹന ധ്യാനം നമുക്ക് ധൈര്യം പകരുമെന്നാണ് മിഷണറിമാർ പറയുന്നത്. ക്രിസ്തുവിൻ്റെ പീഡാസഹന വേളയിൽ സ്നേഹപൂർണമായ ഒരു സ്പർശനം അതിയായി യേശു വളരെ ആഗ്രഹിച്ചിരുന്നു. കുരിശിൻ്റെ വഴിയിലുടനീളം ക്രിസ്തു ചുറ്റിനും തിരഞ്ഞു നോക്കുന്നതായി കാണാം. സ്നേഹത്തോടെയുള്ള, കരുതലോടെയുള്ള സാന്ത്വനം അല്പം ലഭിക്കാൻ വേണ്ടിയായിരുന്നുവല്ലോ ആ തിരച്ചിൽ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ചിത്രീകരിക്കുന്ന വേളയിലുടനീളം ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ദർശിക്കാനിടയായി. പീഡാനുഭവ മുഹൂർത്തങ്ങൾ ഓരോന്നോരോന്നായി മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത് പോലെ ഒരു മിഷണറി ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്കൊരു കാര്യമറിയുമോ? ഇവിടെയുള്ളവരുടെ നീറുന്ന ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്നത് എന്താണെന്നും കരുതലോടെയുള്ള ഒരു സ്പർശനമാണെന്ന്. അതിന് ഇവിടെയുള്ളവരുടെ ഈ സാഹചര്യത്തിൽ നോട്ടത്തെക്കാളും വാക്കിനേക്കാളും വലിയ വിലയുണ്ട്. ദിവ്യമായ ഒരു സ്പർശനത്തിന് അത് ലഭിക്കുന്നവർ ഇവിടെ ഇരുന്ന് അന്യോന്യം ആശ്വസിപ്പിക്കുന്നതായി നിറകണ്ണുകളോടെ കാണാറുള്ളതാണ്. ഭയം വേണം. ഇവിടുത്തെ ഓരോ കല്ലിൻ്റെ പിന്നിലും, ഞങ്ങളുടെ രോഗികൾ കഴിക്കുന്ന ഓരോ കവിൾ ഭക്ഷണത്തിൻ്റെ പിന്നിലും ഓരോ ഡോണറുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും സംഭാവന കൊണ്ടും സ്നേഹം കൊണ്ടും പരിചരണം കൊണ്ടും മാത്രമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഇവിടുത്തെ സേവനം കണ്ടുകൊണ്ട് മാത്രമാണ് പലരും മുന്നോട്ട് വന്ന് ഞങ്ങൾക്കായി സംഭാവനകളും അത് പണമായും സാധനങ്ങളായും തന്നിട്ടുള്ളത്. എന്ത് വേണം ചോദിക്കുവാൻ ഒരു പറ്റം ആളുകൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമായ കാര്യമാണ്. ജീവോദയയിൽ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഘടകം, ഓരോ വ്യക്തിയും മരണത്തെ ധീരമായി അഭിമുഖീകരിക്കാൻ തയ്യാറായി വളരെ ലാഘവത്തോടെ നിൽക്കുന്നതായി കാണാം. അപ്പോൾ നമുക്ക് സ്നേഹപൂർവ്വം തോന്നിപ്പോകും, ഒരിക്കലും അഭ്രപാളികളിലുള്ളവരല്ല, ഇവിടെയുള്ള ഇവരാണ് യഥാർത്ഥ നായകരെന്ന്. ദ റിയൽ ഹീറോസ്. കടിച്ചമർത്തുന്ന വേദനയിലും ചങ്കുറപ്പോടെ ഉല്ലസിക്കുന്ന ഇവരെ കാണുമ്പോൾ യഥാർത്ഥ ഉലകനായകനായ നസ്രായനെ തന്നെ നാം ദർശിച്ചു പോകും ഇവരിലൂടെ. ഫെബ്രുവരി 11 ആദ്യത്തെ രോഗിയെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ സേവനം ചെയ്യാൻ ഏറ്റവും അർപ്പണബോധവും ത്യാഗസ്ഥാനത്തിനുള്ള ഒരു ഗണം ഡോക്ടേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ജീവിതം ഒരു വലിയ വിജയമാണ്. ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ ആർക്കിടെക്റ്റ് ഒരു മുസ്ലിമാണ്. ഞങ്ങളുടെ ഡോക്ടേഴ്സ് എല്ലാവരും, ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഹിന്ദുസാണ്. അവരെല്ലാവരും ഒരേ മനസ്സോടെ എല്ലാ രോഗിയും ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് എന്തെല്ലാം സേവനം ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്തുകൊണ്ട് ഒരേ മനസ്സോടെ വർദ്ധിക്കുന്നു എന്നുള്ളതും മരണാസന്ന രോഗികളുടെ സാമീപ്യം നിന്ന് അവരെ ഏറ്റവും നല്ലൊരു മനസ്സ് ഒരുക്കുക എന്നുള്ളതുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇവിടെ സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് 4 ഡോക്ടേഴ്സാണുള്ളത്. ഈ ഡോക്ടേഴ്സ് എല്ലാവരും അത്രയധികം സേവന സന്നദ്ധരും അർപ്പണബോധമുള്ളവരാണ്. ഞങ്ങളോടൊപ്പം സേവനം ചെയ്യുന്നത് ഫ്രീ ആയിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ മൂലം അനേകം പേര് ഞങ്ങളോട് പരിചയപ്പെടാനും ഞങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ തരാനും അവർ മൂലം കാരണമായിട്ടുണ്ട്. ഇവിടുത്തെ രോഗികളെ സന്ദർശിക്കാൻ കടന്നുവരുന്ന ഓരോ വ്യക്തിയും
തങ്ങൾക്ക് ദാനമായി കിട്ടിയ ആരോഗ്യത്തെ പ്രതി ദൈവത്തോട് നന്ദി അർപ്പിക്കാറുള്ളതായി ഇവിടുത്തെ ഡോക്ടർമാർ പറയാറുണ്ട്. ഇവിടെയുള്ളവരുടെ അതിയായ ശുഭാപ്തി വിശ്വാസവും ദൈവാശ്രയബോധവും ചിലരിൽ രോഗശമനം വരുത്തുന്നതായി അനുഭവപ്പെടാറുണ്ടെന്നും പറയുന്നു. Myself, Dr. Sachidanandam, to care for the cancer patient at this Jeevodaya, and the patient here I am examining is suffering from cancer. இதில் சஃபர் பண்ணி ரொம்ப சங்கடப்பட்டு வந்து சேர்ந்துருக்காங்க. இந்த நேரத்தில் இவங்களுக்கு வந்து இந்த ஜீவோதயா ஹவுஸ்வைஸ் ரொம்ப சேவை செய்துட்ருக்காங்க. வரும்போது ரொம்ப நம்பிக்கை இழந்து வந்தாங்க. இப்போ வந்து இங்கே சிஸ்டர்ஸுங்களுடைய சேவையால் இவங்க ரொம்ப நல்லா ரிக்கவர் ஆகி நம்பிக்கையோட இப்போ நோயின் தன்மை குறைஞ்சி இப்போ நல்லபடி கவனிக்கப்பட்டு இப்போ சுகமாக இருக்காங்க. മിഷണറിമാർ ഒരു കാര്യം പറഞ്ഞത്, കുരിശിന്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ക്രിസ്തുവിന് ഏറ്റവും ആശ്വാസമേകുന്ന 2 സന്ദർഭങ്ങളാണുള്ളതെന്ന്. വെറോണിക്കയുടെയും ഷിമയോന്റെയും സാമീപ്യം. ഇത് കേട്ടപ്പോൾ ശരിയാണ്, അതേ ദൃശ്യമാണ് നമുക്കിവിടെ അനുഭവവേദ്യമാകുന്നത്. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മിഷണറിയും യേശുവിൻ്റെ പക്കൽ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്ന വെറോണിക്കയെ പോലെ. ഇവിടെ മിഷണറിമാർക്ക് ഒരു ദൗത്യമേ ഉള്ളൂ, ഈ ലോകം കൈവിട്ട ഇവർക്ക് ക്രിസ്തുനാമത്തിൽ ഒരിറ്റാശ്വാസം പകർന്നു നൽകുക എന്ന സ്വർഗീയ ദൗത്യം. ക്രിസ്തുവിൻ്റെ പീഡകൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുന്നവരാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നാണല്ലോ സഭ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ മിഷണറിമാർ ചെയ്യുന്നതും അതുതന്നെയാണ്. ദാരുണമായ മുറിവുകളിൽ സ്നേഹപൂർവം ഔഷധം ലേപനം ചെയ്യുമ്പോൾ അന്യോന്യം വിതുമ്പിപ്പോയിട്ടുണ്ടെന്ന് ഇവിടുത്തെ സിസ്റ്റേഴ്സ് പറയുന്നു. ആശ്വാസമേകുന്ന സ്പർശനത്തേക്കാൾ വലുത് ഈ ലോകത്തിൽ തന്നെ മറ്റൊന്നുമില്ല എന്ന ബോധ്യമാണ് നമുക്ക് ഈ മിഷനിലെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ലഭിക്കുന്നത്. ദുസ്സഹമായ വേദനയിലൂടെയാണ് ഇവർ കടന്നുപോകുന്നതെന്ന സത്യം 2 കൂട്ടർക്കും അറിയാമെന്നുള്ളത് ഈ കരുതുന്ന സ്നേഹം കണ്ട് മനസ്സിലാക്കാം. അവസാന നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഇവർക്ക് പകരുന്ന ഈ സ്നേഹം പീഡകൾ സഹിച്ച ക്രിസ്തുവിന് തന്നെയാണ് പകർന്നു നൽകുന്നത് എന്ന യാഥാർത്ഥ്യം ഈ മിഷനെ അർത്ഥവത്താക്കുന്നു. വികാരതീവ്രമായ ഒരു സ്നേഹബന്ധം നസ്രായനോടുള്ളതായി വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഈ മിഷണറിമാർ. അപരന്റെ കണ്ണീർ തുടയ്ക്കുന്ന ഈ പുണ്യപ്രവൃത്തിക്ക് കണ്ണീരുകളില്ലാത്ത ആ ലോകത്ത് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. வணக்கம், என் பேர் எஸ்பி மீனாட்சி சுந்தரம். என்னுடைய அனுபவத்தை ஜீவோதயாவில் பகிர்ந்து கொள்ள மிகவும் ஆசைப்படுகிறேன். அதுபோக அதுக்கு நான் நன்றியும் சொல்கிறேன். ஏன்னா நான் கேன்சர் பேஷண்ட்டுன்னு சொல்லி எனக்கு கேன்சர் பார்த்தீங்கன்னா 2 விதமான அட்டாக் இருந்தது. ஸோ இப்படி இருக்கும்போது நான் குடும்பத்தாரனால ஒதுக்கப்பட்டு வெறுத்து ஒதுங்கி இருந்து வாழ்க்கையை வெறுத்து இருந்தேன், நம்பிக்கை இழந்து இருந்தேன். அப்படி இருந்த எனக்கு ஜீவோதயான்ற ஒரு இடம் இருந்தது. அந்த இடத்துக்கு போனீங்கன்னா உன்னோட வாழ்க்கையை மாறும்னு சொன்னாங்க. அப்படி நம்பிக்கை இல்லாமல் வரும்போது என்னால் தனியாக நிற்க முடியல, நடக்க முடியல. ஏன்னா அந்த அளவுக்கு உடம்புல சத்து இல்லாமல் ரொம்ப நொந்து போய் இருந்தபோது அப்போ
எனக்கு கூட ரெண்டு பேரோட உதவியினால தான் என்னால் நடக்க முடிஞ்சது, உட்கார முடிஞ்சது. அப்படி இருக்கும்போது இந்த ஜீவோதயாவில் கொண்டு வந்து என்னை அட்மிட் பண்ணாங்க. ஆனால் ஒவ்வொரு நாளும் இங்கே இருக்கிற ஜீவோதயாவில் பேஷண்ட்களை கூப்பிட்டு அவங்க அன்பாக பராமரித்து அவங்க சர்வீஸ் பண்ணும்போது, நம்ம கடவுள்கிட்ட இது தொழுகும் போதும் பார்க்கும்போது, இதெல்லாம் பார்க்கும்போது உண்மையிலே சொல்கிறேன், நான் ஜீவோதயாவுக்கு மிக மிக நன்றி കടൻ പട്ടിരിക്കேன். മീനാക്ഷി സുന്ദരം ജീവോദയയിൽ വന്ന എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. 1.5 മാസം മുമ്പാണ് ഈ പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. വരുമ്പോൾ വളരെ ഇന്നർ നോസ് ക്യാൻസറും ഇന്നർ ത്രോട്ട് ക്യാൻസറുമായിട്ട് വന്നത്. നിൽക്കാനോ നടക്കാനോ എഴുന്നേൽക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷയും പരിചരണയും സ്നേഹവും സന്തോഷമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആത്മാവിനും ശരീരത്തിനും മനസ്സിനും കുറച്ച് സൗഖ്യം തോന്നുകയും നടക്കാനും എന്നും രാവിലെ ഇവിടെ മോർണിംഗ് ടൈമിലൂടെ നടക്കണ കാണാം. അത്രയും സുഖം കിട്ടിയതിൽ ആൾക്ക് വലിയ സന്തോഷമാണ്. വൈഫ് ഉപേക്ഷിച്ചു രോഗമെന്ന് പറഞ്ഞപ്പോൾ ആൾ പോളിടെക്നിക് കോളേജിൽ വലിയ പ്രൊഫസറൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആളുടെ ആഗ്രഹം ഇവിടെ വന്ന് ഈ കടുവകളുടെ അനുഗ്രഹം കൊണ്ട് സൗഖ്യം കിട്ടി ഇവിടെ സേവനം ചെയ്യാനാണ് താല്പര്യം. കാരണം ഇവിടുത്തെ പ്രാർത്ഥനയും ഇവിടുത്തെ പരിചരണവും ഇവിടുത്തെ ശുശ്രൂഷയുമാണ് ആളെ കൂടുതൽ ആകർഷിച്ചത്. வணக்கம். இதனுடன் நான் என்னுடைய அனுபவத்தை ஜீவோதயோடன் சேர்ந்து உங்களுக்கு சொல்லிட்டேன். இதனுடன் ஒரு வேண்டுகோளை வைக்கிறேன். அதாவது அது என்னவென்றால், ஜீவோதயாவுக்கு முடிந்தவரை மக்களால் உதவி செய்யுங்கள் என்று வேண்டுகிறேன். ஏனென்றால் எங்களை போன்ற கேன்சர் பேஷண்ட்டுகள் இன்று உலகுக்கு அதிகமாகிக் கொண்டே இருக்கிறதுனால் அவர்களுக்கு உதவும் எண்ணம் இந்த ஜீவோதயாவில் உள்ள மக்களுக்கு உண்டு. ஆகையால் அவர்களுக்கு எந்த அளவுக்கு உதவி செய்ய முடியுமோ அந்த அளவுக்கு உதவி செய்யுங்கள் என்று மன்றாடி கேட்டுக்கொள்கிறேன். நன்றி. ഇന്ന് വൈദ്യശാസ്ത്രം ഈ രോഗത്തിനു മുൻപിൽ മൗനം പാലിക്കുന്നത് ചെന്നൈ മിഷനെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട്. ചെന്നൈയിലെ ഈ തമിഴ് ജനതയ്ക്ക് ഇങ്ങനെയൊരു ആശ്രയ കേന്ദ്രം ലഭിച്ചതിൽ ഇന്നും നന്ദിയോടെ ഇവിടെയുള്ളവർ സ്മരിക്കുന്നു. ഈ രോഗത്തെ ശൈശവദശയിൽ കണ്ടെത്തിയാൽ ആധുനിക വൈദ്യശാസ്ത്രം വളരെ സഹായകരമാണ് എന്ന് ഡോക്ടർമാർ പറയുന്നു. നിർഭാഗ്യവശാൽ പരിപൂർണ വളർച്ചയിൽ വൈകി രോഗത്തെ കണ്ടെത്തിയവരാണ് ഇവിടെയുള്ളവരിൽ ഏറെയും. ഇവർക്കറിയാം തങ്ങളുടെ ഈ രോഗാവസ്ഥയുടെ കാര്യഗൗരവം. പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റം ഇവർക്ക് ഈ സ്ഥാപനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്നു. தந்தையாகிய இறைவன் அன்பும் பரிசுத்தாவின் நட்புறவும் நாம் அனைவரோடும் இருப்பதாக இப்பொழுதும் எப்பொழுதும் என்றென்றும். എരിയുന്ന നെരിപ്പോടിനെ നെഞ്ചിലൊതുക്കി ശിഷ്ടജീവിതം ലോകത്തിന് സന്തോഷമേകാനും ധൈര്യം നൽകാനും ഇവർ പ്രാപ്തരായി കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ എളിയ ഒരംശം
സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയ ശക്തരും ധീരരുമായ യഥാർത്ഥ അനുയായികൾ എന്നാണ് ഇവിടെ ഇവരെ വിളിക്കുന്നത്. നിരാശയുടെയും സങ്കടത്തിൻ്റെയും അലയടികളില്ല ഇവരുടെ ഉള്ളിൽ. ആത്മീയമായ സന്തോഷവും സമാധാനവും വളരെയേറെ അനുഭവപ്പെടുന്നു എന്ന് ഇവർ തന്നെ ജീവിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ശരീരം നൽകുന്ന വേദനയിൽ പോലും ഇവർ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ കുരിശിന്റെ പാതയിൽ എവിടെയോ ഒരാനന്ദം ഒളിഞ്ഞു കിടക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവർ ഇവിടെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയാണ്, അവന്റെ വിളിയെ കാതോർത്ത്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ജീവോദയ എന്നാണ്. അത് സൂചിപ്പിക്കുന്നത് ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, മരണം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. അത് ഞങ്ങളുടെ ഓരോ രോഗികളുടെ മരണവും ഞങ്ങളെ ഓരോ ദിവസവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മരണം അത്രയ്ക്കും സുന്ദരമായിരുന്നു. ഇത് കഴിഞ്ഞ ഒരു ജീവിതം ഉണ്ട് എന്നുള്ള രീതിയിൽ അവരെ മനസ്സിലാക്കി അതിനൊരുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചതാണ് ഈ മരണത്തിൻ്റെ മൂല്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിച്ചത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മരണമാണ്. പ്രകാശ് എന്നാണ് അവൻ്റെ പേര്. അവന് വയറ്റിലായിരുന്നു ക്യാൻസർ. അവൻ നമ്മുടെ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും, യേശുപ്പാ എന്നിട്ട് കല്യാണമേ എന്ന്. അവനെ കെട്ടിപ്പിടിച്ച് കൂടെ കരയാനല്ലാതെ വേറെ ആശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. അവൻ്റെ മരണം നമുക്ക് സുനിശ്ചിതമായിരുന്നു. അവസാനമായപ്പോൾ അവൻ ആഗ്രഹം പറഞ്ഞു, എനിക്ക് വീട്ടിലൊന്ന് പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞിന് തിരിച്ചു വരില്ല, കുറച്ച് ദൂരെയാണ് വീട്. ഞങ്ങളെല്ലാവരും സഹായിച്ച് അവനൊരു ടാക്സി വിളിച്ച് അവനെ വീട്ടിൽ പറഞ്ഞയച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞ് തിരിച്ചു വന്നു. വളരെ അവശനായി. അവൻ്റെ മാതാപിതാക്കൾ പറയുകയായിരുന്നു, എനിക്ക് ജീവോദയയിൽ പോകണം, എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് മരിക്കണം. അവനിവിടെ വന്നു. 1/2 മണിക്കൂറിനുള്ളിൽ ആ കുഞ്ഞ് എല്ലാ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ മരിച്ചു എന്നുള്ളത് ഏറ്റവും വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമായിരുന്നു. മരണത്തിൻ്റെ മൂല്യം ആ കുഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു എന്നതാണ് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. 2 ദിവസം മുമ്പ് ആ കുഞ്ഞിനോട് ചോദിച്ചായിരുന്നു, സിസ്റ്റർ ഞാൻ മരിച്ചു പോകുമോ? ഉടനെ എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല. ഞങ്ങൾ നേഴ്സ് സിസ്റ്റർ പറഞ്ഞു, പ്രകാശ് നോക്ക്, ഞാനും മരിച്ചു പോകുമല്ലോ. ഓ സിസ്റ്റർ മരിക്കുമോ? അപ്പോൾ അവൻ്റെ കൂടെ വേറെ കാർത്തിക് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. കാർത്തികണ്ണനും മരിച്ചു പോകും. തിരിച്ച് റൂമിലേക്ക് വന്ന അവൻ എല്ലാവരും പറയുമായിരുന്നു, കണ്ടോ എൻ്റെ കയ്യിലെല്ലാം നീരായി, ഞാൻ മരിച്ചു പോകും. എല്ലാവരും ഭയപ്പെട്ടു, പേടിച്ച കുറിച്ച് പറഞ്ഞു വിചാരിച്ചു. അല്ല, അവൻ ഈ തിരിച്ചു വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മരണത്തെ അത്രയും ഹാർദമായി സ്വീകരിക്കുവാൻ, യേശുവിൻ്റെ പക്കലേക്ക് പോകാൻ അവനെ ഒരുക്കാൻ സാധിച്ചു എന്നതാണ് ഞങ്ങൾക്ക് നേടിയ ഒരു കാര്യം ഞങ്ങൾ കണക്കാക്കുന്നത്. അവൻ തിരിച്ചു വന്ന് ഞങ്ങളുടെ ശിഷ്യരെ എല്ലാവരുടെയും ചുറ്റും നിന്ന് അവൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ ആത്മാവിനെ യേശുവിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. മരണം ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതിനുശേഷവും നമ്മുടെ ഉദയം ചെയ്യുന്ന ഒരു ജീവനാണ് നമ്മുടേതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് എന്നെ സഹായിക്കുന്നു എന്ന് വേണം പറയാൻ. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കാതറിനെ കുറിച്ച് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലെ ഇപ്പോഴുള്ള പേഷ്യൻസിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മകളാണ് കാതറിൻ എന്ന കുട്ടി. കാതറിന് അമ്മയും 2 സഹോദരങ്ങളാണുള്ളത്. 6 വയസ്സിൽ സ്കിൻ പ്രോബ്ലമായിട്ട് പല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് 2008 ക്യാൻസർ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനുശേഷം 2012 ജൂലൈ മാസത്തിലാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് കാതറിൻ കടന്നു വരുന്നത്. കാതറിൻ നല്ലൊരു കലാകാരി കൂടിയാണ്. ഇവിടെയുള്ള മറ്റു പേഷ്യൻസിനെയും തനിക്കുള്ള കഴിവ് വെച്ച് പാട്ട് പാടുവാനും അതുപോലെ അവരുടെ കൂടെ കളിക്കുവാനും നല്ല ഉത്സാഹവതിയാണ്. അപ്പം മറ്റുള്ളവർ നല്ല പാട്ടുകൾ പാടി സന്തോഷിപ്പിക്കാനും വളരെയേറെ സമയം കാതറിൻ കണ്ടെത്താറുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സമയം കാതറിൻ നല്ലൊരു പാട്ട് പാടി, തമിഴ് മാത്രമേ അറിയുന്നുള്ളൂ എങ്കിലും മലയാളം പാട്ട് പഠിക്കാനും വളരെ ഉത്സാഹപൂർവ്വം കാതറിൻ തയ്യാറാകാറുണ്ട്. ഇപ്പോൾ കാതറിൻ പഠിച്ച ഒരു നല്ല മലയാള പാട്ട് ഇപ്പോൾ കാതറിൻ തന്നെ നമുക്ക് പാടി കേൾപ്പിക്കുന്നതായിരിക്കും.
കാതറിൻ, നമുക്കാകെ നല്ലൊരു പാട്ട് പാടുங்க. ദൈവത്തിന്റെ കുഞ്ഞല്ലേ സങ്കടത്താൽ വാടിയില്ലേ സകലങ്ങൾ തിരുമൈ കാണാക്കാൻ യേശുവിനെ കുരിശിൽ നൽകി മുക്കത്തിന്റെ താഴ്വരയിൽ തുല്യനീയകനില്ലേ മുക്കത്തിന്റെ താഴ്വരയിൽ തുല്യനീയകനില്ലേ നിനക്കായി ഗന്ധമണിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട് നിനക്കായി ഗന്ധമണിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട് ദൈവത്തിന്റെ കുഞ്ഞല്ലേ സങ്കടത്താൽ വാടിയില്ലേ സകലങ്ങൾ തിരുമൈ കാണാക്കാൻ യേശുവിനെ കുരിശിൽ നൽകി. എങ്ങനെയുണ്ട് കാതറിന്റെ പാട്ട്? ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ സങ്കടത്താൽ വാടിയിടല്ലേ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ സങ്കടത്താൽ വാടിയിടല്ലേ സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ സങ്കടത്താൽ വാടിയിടല്ലേ സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. കാതറിൻ കുട്ടിക്കാലത്ത് നല്ലൊരു മിടുക്കി കുട്ടിയായിരുന്നു. ഷാലോമിൽ ഇതിൻ്റെ എഡിറ്റിംഗ് ഏതാണ്ട് പൂർത്തിയാക്കി. സംപ്രേഷണ വിവരം അറിയിക്കാൻ ഞാൻ ജീവോദയിൽ വിളിച്ചു. കൂട്ടത്തിൽ കാതറിനോടും ഈ സന്തോഷ വിവരം അറിയിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് കാതറിൻ സ്വർഗത്തിലേക്ക് ഒരു മാലാഖയായി പറന്നുപോയിരുന്നുവെന്ന്.